ഇയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2023 ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസ്. ഇന്തോനേഷ്യയിലെ അടുത്തിടെ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലം ഏതാണെന്നാണ്. ഇന്തോനേഷ്യയിൽ അടുത്തിടെ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലം ഏതാണെന്നാണ്. മൗണ്ട് മറാപ്പി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മൗണ്ട് മറാപ്പി ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് മൗണ്ട് മറാപ്പി. സജീവ അഗ്നിപർവ്വതം എന്നും പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലാണ് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ, ആക്റ്റീവ് വോൾക്കാനോസ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്തോനേഷ്യയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ടൈം മാഗസീനിൽ 2023 അത്ലറ്റ് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ടൈം മാഗസീൻ 2023 അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ്. ആൻസർ വരുന്നത് ലയണൽ മെസ്സിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ലയണൽ മെസ്സിക്കാണ് 2023 ബാലൻഡിയോർ പുരസ്കാരം, 8ാമത്തെ ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചത് 2023 ലയണൽ മെസ്സിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ വാർഷിക പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതകൾ ആരൊക്കെയാണെന്നാണ്. നമുക്ക് നോക്കാം. നിർമ്മല സീതാരാമൻ, റോഷ്നി നടാർ മൽഹോത്ര, സോമ മൊണ്ടൽ, കിരൺ മജുംദാർ ഷാ. ഇത്രയും പേരാണ് ഫോബ്സിന്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളുടെ വാർഷിക പട്ടികയിൽ ഉൾപ്പെട്ട സ്ത്രീകൾ. ആദ്യത്തെ ആള് നിർമ്മല സീതാരാമൻ, ഇന്ത്യയുടെ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആണ് നിർമ്മല സീതാരാമൻ. നെക്സ്റ്റ് വരുന്ന ആള് റോഷ്നി നടാർ മൽഹോത്രയാണ്. HCL ടെക്നോളജീസിന്റെ മാനേജിംഗ് ഡയറക്ടർ അതുപോലെ തന്നെ ചെയർപേഴ്സൺ ആണ് റോഷ്നി നടാർ മൽഹോത്ര. നെക്സ്റ്റ് വരുന്ന സോമ മൊണ്ടാൽ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഫോർമൽ ചെയർപേഴ്സൺ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ് സോമ മൊണ്ടൽ. കിരൺ മജുംദാർ ഷാ, അദ്ദേഹം എന്താണ്, ബയോകോൺ ബയോടെക്നോളജിക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള വ്യക്തിയാണ് കിരൺ മജുംദാർ ഷാ. ഈ 4 പേരാണ് ഫോബ്സ് ലോകത്തിലെ ഏറ്റവും ശക്തരായ സ്ത്രീകളുടെ വാർഷിക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആരാണെന്നാണ്. ആൻസർ വരുന്നത് ക്യാപ്റ്റൻ ഗീതിക കൗളാണ് ആൻസർ ആയിട്ട് വരുന്നത്. സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ബാറ്റിൽ ഫീൽഡ് ആണെന്ന് എല്ലാവർക്കും അറിയാം. കാട്ടുപനിനീർ പൂക്കളുടെ നാട് എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ്. ലോകത്തിലെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്നത് സിയാച്ചിൻ ആണ്. അതുപോലെ കുറെ പ്രത്യേകതകളുള്ള സ്ഥലമാണ് സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ സൈനിക മെഡിക്കൽ ഓഫീസർ ആണ് ക്യാപ്റ്റൻ ഗീതിക കൗൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ പാരമ്പര്യ നൃത്ത രൂപം ഏതാണെന്നാണ്. ഗുജറാത്തിലെ പാരമ്പര്യ നൃത്ത രൂപമാണ് ഗർബയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഗർബ ഡാൻസിന്റെ ഒരു പിക്ചർ ആണ് ഇവിടെ കാണുന്നത്. ഗർബ ഡാൻസ് ആണ് യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗുജറാത്തിലെ നൃത്ത രൂപം. ഗുജറാത്തിലെ മറ്റ് നൃത്ത രൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസ, അതുപോലെ തന്നെ ബാവായി, അങ്ങനെയുള്ള കുറെ നൃത്ത രൂപങ്ങൾ ഗുജറാത്തിൽ വേറെയും ഉണ്ട്. ഓക്കെ, ഗർബയാണ് ഇപ്പൊ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സിംഗപ്പൂരിലെ കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ നൽകി ആദരിച്ച ഇന്ത്യൻ വംശജ ആരാണെന്നാണ്. സിംഗപ്പൂരിലെ കലാപുരസ്കാരമായ കൾച്ചറൽ മെഡലിയൻ നൽകി ആദരിച്ച ഇന്ത്യൻ വംശജ മീര ചന്ദാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായ വ്യക്തി ആരാണെന്നാണ്. ഫീമെയിൽ സ്പോർട്സ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹയായത് നിത അംബാനിയാണ്. മുകേഷ് അംബാനിയുടെ വൈഫായിട്ടുള്ള നിത അംബാനിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. നിത അംബാനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2016 ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയിൽ മെമ്പർ ആയിട്ടുള്ള ഒരേ ഒരു ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആര്? നിത അംബാനി. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, 2023 ഡിസംബറിലെ ICC റാങ്കിംഗ് പ്രകാരം 2020 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയത് ആരാണ്? രവി ബിഷ്ണോയിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 2023 ഡിസംബറിലെ ICC റാങ്കിംഗ് പ്രകാരം 2020 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമത് എത്തിയത് രവി ബിഷ്ണോയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണെന്നാണ്. തെലങ്കാനയിൽ ഈയിടെയാണ് ഇലക്ഷൻ നടന്നത്. പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രിയുടെ പേര് രേവന്ത് റെഡ്ഡിയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, സർക്കാർ സ്കൂളിലെ
ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്ത് എത്തിയ സംസ്ഥാനം ഏതാണെന്നാണ്. ഇന്റർനെറ്റ് സൗകര്യങ്ങളുടെ ലഭ്യതയിൽ 1-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ്. കേരളമാണ് ആൻസർ ആയിട്ട് വരുന്നത്. കേരളമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ പുതുതായി പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഏതാണെന്നാണ്. AI. ഗൂഗിൾ പുറത്തിറക്കിയ AI സാങ്കേതിക വിദ്യ ഏതാണെന്നാണ്. ജെമിനി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ജെമിനി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായ ബാങ്ക് ഏതാണെന്നാണ്. ബാങ്ക് ഓഫ് ദി ഇയർ അവാർഡിന് അർഹമായ ബാങ്ക് ഏതാണെന്നാണ്. ഫെഡറൽ ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫെഡറൽ ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഫെഡറൽ ബാങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 1931 ഫെഡറൽ ബാങ്ക് ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1949 ഫെഡറൽ ബാങ്ക് ആയിട്ട് മാറിയത്. ഇത്രയൊക്കെയാണ് 2023 ഡിസംബറിലെ കറണ്ട് അഫയേഴ്സിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.